കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ. അതാണിപ്പോൾ വയനാട്ടിലെ യൂത്തന്മാരുടെ അവസ്ഥ. രാഹുൽ 5 വർഷം നന്നാക്കിയിട്ട് ഒട്ടും നന്നാവാത്ത വയനാട് നന്നാക്കുന്നതിനു വേണ്ടിയാണ് പ്രിയങ്ക വദ്ര കുടുംബസമേതം വയനാട്ടിലേക്ക് വണ്ടി കയറിയത്. വയനാട്ടിലെത്തിയ പ്രിയങ്കയുടെ മൂക്ക് കണ്ടതേ മൂക്കും കുത്തി വീണ വയനാട്ടുകാർ ചരിത്ര ഭൂരിപക്ഷം നൽകി പ്രിയങ്കയെ അങ്ങ് ജയിപ്പിച്ചു. കസവ് സാരി ഉടുത്ത് ഭരണഘടനയും വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്കയെ കണ്ട് കോരിത്തരിച്ച യൂത്തന്മാർ വയനാട് ഇളക്കി മറിക്കാൻ തന്നെ തീരുമാനിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഒരു കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പക്ഷെ പ്രിയങ്കയുടെ മൂക്കിൽ ഇന്ദിരയെ കാണാതെ പോലീസുകാർ യൂത്തന്മാരെ ഓടിച്ചിട്ടങ്ങ് പെരുമാറി. പിന്നീട് നടന്നതെല്ലാം യൂത്തന്മാർ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നന്ദി അറിയിക്കാൻ വയനാട്ടിലെത്തിയ പ്രിയങ്ക പുറം പൊളിഞ്ഞിരിക്കുന്ന യൂത്തന്മാരെ തിരിഞ്ഞു നോക്കിയില്ല. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി പരിക്കേറ്റ നേതാക്കളെയും പ്രവർത്തകരെയും പ്രിയങ്ക സന്ദർശിക്കുമെന്നായിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം യൂത്തന്മാരോട് പറഞ്ഞിരുന്നതെങ്കിലും ഇവരെ കാണാതെ പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങുകയായിരുന്നു. സമയക്കുറവ് മൂലമാണ് സന്ദർശിക്കാതിരുന്നതെന്നായിരുന്നു പാർട്ടി നൽകിയ വിശദീകരണം. ആക്ഷേപങ്ങൾ ഉയർന്നതോടെ ഡൽഹിയിലെത്തിയ ശേഷം പ്രിയങ്ക പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. വയനാട് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയെ ഫോണിൽ വിളിച്ച പ്രിയങ്ക ഗാന്ധി യൂത്ത് കോൺഗ്രസ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ, സംസ്ഥാന സെക്രട്ടറിയും മൂപ്പേനാട് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജഷീർ പള്ളിവയൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അമൽ ജോയ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അരുൺ ദേവ്, യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹർഷൽ കോന്നാടൻ അടക്കമുള്ള 50ഓളം പേർ പോലീസ് ലാത്തി ചാർജിൽ പരിക്കു പറ്റിയിരിക്കുമ്പോൾ അവരെ ഒന്ന് സന്ദർശിക്കാനുള്ള മനസ്സു കാണിക്കാത്ത പ്രിയങ്ക വയനാടിന് വേണ്ടി എന്തു ചെയ്യുമെന്നാണ് യൂത്ത് സൈബറിടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാന ചർച്ച. മൂക്കു നോക്കി വോട്ട് കുത്തിയത് അബദ്ധമായോ എന്ന ആശങ്കയാണിപ്പോൾ പല യൂത്തന്മാരും പങ്കുവയ്ക്കുന്നത്.